ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ബാക്ക് ടു സ്കൂളിന്റെ പാർട്ട് 3 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പാർട്ട് 2 നമ്മൾ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്കൂളിന് വേണ്ടി വെറും 2 സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി ഉമ്മയെ പറ്റിക്കാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാലൊക്കെ പിടിച്ച് എന്നെ പോലത്തെ കൊച്ചു 2-3 വയസ്സായ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സംഭവം നമുക്ക് നോക്കാം. ഫേബർ കാസ്റ്റലിന്റെ നല്ല അടിപൊളി നമ്മളൊരു ജോമെട്രിക് ബോക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് ബോക്സ് നമ്മൾ നോക്കിയില്ലേ? എനിക്ക് തോന്നുന്നു നമ്മളൊരു 50 എണ്ണമൊക്കെ നോക്കി. എന്നിട്ട് നല്ലത് നോക്കിയാണ് ഇത് കിട്ടിയത്. മാത്രമല്ല കോമ്പസിന് എല്ലാവരും പറയും ഈ കോമ്പസിന്റെ ഈ സംഭവത്തിന് നല്ല പൊക്കവും മൂർച്ചയും ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കറക്റ്റ് ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെ കറക്റ്റ് അല്ല. പക്ഷെ എത്രത്തോളം താഴ്ന്നോ അത്രത്തോളമാണ് നല്ലത്. സംഭവം നല്ല വലുതാണ്. അനുഭവം ഉണ്ട്. നല്ല വലുതാണ്. തെറ്റി ഈ സൈഡ് വെച്ച് ഇങ്ങനെ തെറ്റി അങ്ങ് പോകും. പക്ഷെ ഇത് കണക്കത്തെ കറക്റ്റ് ഇതേപോലത്തെ ആണെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കും, നമുക്ക് കൈയും കഴിയില്ല. അതുകൊണ്ട് നല്ല മാസ്റ്റർ മൈൻഡ് ആയിട്ടാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. പിന്നെ റബ്ബറും കട്ടറോ എല്ലാം ഒക്കെ ഉണ്ട്. സ്കെയിലുണ്ട്, പ്രൊട്രാക്ടറുണ്ട്, സെറ്റ് സ്ക്വയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിത് ആ സൈഡിൽ വയ്ക്കാം. ഇനി അടുത്തത് നമ്മളെ ബാഗാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് ലെനോയുടെ ലാപ്ടോപ്പ് പോലെ, ലെനോവ ഏസറും ഒക്കെ പോലത്തെ ലാപ്ടോപ്പ് വെക്കുന്ന ബാഗാണ്. ബട്ട് എനിക്ക് ഇതുപോലത്തെ ബാഗാണ് ഇഷ്ടം. അപ്പം വാഗനാറിൻ്റെ ബാഗാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല നമുക്ക് ഇട്ടുകൊണ്ട് പോവാം. നല്ല കൂളായിട്ടില്ലേ? മഞ്ഞ കറുപ്പും കൂളല്ലേ? ഒരുപാട് ഇഷ്ടം പോലെ ഒരുപാട് ഉണ്ട്. പിന്നെ ബാട്ടി ഹോൾഡർ, തുറക്കണ്ട, നീ പ്രത്യേകിച്ച് തുറക്ക. ഇഷ്ടം പോലെ അറിയുണ്ട് ഞാൻ. അത് പിന്നെ അത് നോക്കി ഇതല്ലേ നമ്മളതൊക്കെ വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് നല്ല ലേസ്. പിന്നെന്തോ നെക്സ്റ്റ് സ്കൂളിലെ അപ്സര, നമ്മളെ സ്വന്തം അപ്സര നല്ലതാണ്. ഇനി നമ്മളെ സ്കൂളിലെ ഒന്നുമില്ല. ഇവൻ സ്കൂളിലെ സാധനം. ഇനി നീ അടുത്ത വാങ്ങിച്ചെല്ലാം എടു. ജ്യൂസി പോപ്പ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എൻ്റെ നാട്ടിൽ ഞാൻ കമ്പ് മുട്ടായി എന്ന് പറയും. ഓറഞ്ച് ഫ്ലേവറാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇട്ട് കഴിക്കേണ്ട സമയമില്ല. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. 20 എണ്ണം ഉണ്ട്. 35 ലോലീസ്. ഇതിൽ കുറച്ച് സാധനം എനിക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഹെഡ്ഫോൺ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഫുട്ബോളിൻ്റെ ബ്ലൂടൂത്ത് അല്ല. ഇതുണ്ട്. എനിക്കിതിൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വയർലെസ് അല്ല, അതുകൊണ്ട് ചാർജ് ചെയ്യണ്ടല്ലോ. ബട്ട് സി ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ കുത്തി കയറ്റുന്ന ജാക്ക് ഫ്രൂട്ട് അല്ല, ജാക്ക് ഫോൺ അല്ല, എന്തോന്നാന്തോ എനിക്കറിഞ്ഞു. എന്തോ ആ കുത്തുന്ന സാധനമല്ല ഇതില്. സി ടൈപ്പ് ചാർജറാണ് ഇതിലുള്ളത്. അപ്പോൾ സി ടൈപ്പ് ഉള്ള ഫോണുകൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ട്രൈ ചെയ്ത് നോക്കി, സൂപ്പർ. സൗണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഇല്ല, ബട്ട് ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, റിയലിസ്റ്റിക്കും ആണ്. ഇനിയാണ് ഗൺ, എനിക്കുള്ള സംഭവം. ഇതൊക്കെ ഇത് ഞാൻ എടുത്ത് ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഒന്നുകൂടെ വെളിയിരിക്കുന്നത്. ഒരെണ്ണം അതിൻ്റെ അടി കിടപ്പുണ്ട്. നമുക്ക് ഗണ്ണ് ഫസ്റ്റ് എടുക്കാം. ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ല ക്വാളിറ്റി ഉള്ള ഗണ്ണാണ്. ഇവിടെ എങ്ങനെ വെച്ചിട്ട് നമുക്ക്. പിന്നെ അവര് 2 ക്യാൻ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് ക്യാൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്, വെടിവെച്ച് ക്യാനിനെ വീഴ്ത്താനായിട്ട്. പിന്നെ നമുക്ക് അവര് പിന്നെ അവര് 6 ബുള്ളറ്റ്സ് തന്നിട്ടുണ്ട്, മെയിൻ ബുള്ളറ്റ്സ്. പിന്നെ അവർ 200 ഓർബീസ് ജെല്ലി തന്നിട്ടുണ്ട്. പിന്നെ അത് തീരുമ്പോഴത്തേക്ക് അത് കയറ്റാനായിട്ടും
അതിൽ കയറ്റാനായിട്ട് വെള്ളമായിട്ട് നിറപ്പിച്ച് വലുതാക്കാനായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പക്ഷെ ഇത് ഓർബീസാണ് കേട്ടോ, തീർന്നാലും നമുക്ക് വാങ്ങിക്കാം. ഇത് തീർന്നാലും നമുക്ക് വാങ്ങിക്കാം. അതുവഴിയൊന്നും ഇത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ 2 എണ്ണം വെക്കാൻ പറ്റും. നമുക്ക് എന്നെപ്പോലെ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ വെടിവെക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കുനിഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് വെക്കാനുള്ള സംഭവം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ജസ്റ്റ് ഒരു ട്രൈ അഡീഷണൽ ആയിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് മെയിൻ പോയിന്റിൽ കയറ്റുക. മെയിൻ പോയിന്റിൽ കയറ്റണം. എന്നിട്ട് നമുക്ക് നമ്മളെ സാധാ ചെയ്യണ പോലെ ക്യാൻ എടുക്കുക. മാറിയില്ല, ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ക്യാൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഒന്ന് പൊട്ടിക്കാൻ പാടേ അന്ന് സ്റ്റക്കായി തോന്നണം. യൂസ് ചെയ്യാത്തോണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ പാടേ. ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. പിന്നെ ഈ ജെല്ലി എന്തിന്? ജെല്ലി കാണിച്ചു തരാം. കണ്ണാനായി അത് പോയത് പിന്നെ എടുക്കാം ആദ്യം. പക്ഷെ ഇതിന്റെ കളർ എന്ത് രസമാടാ. ഒരെണ്ണാടാ നോട്ടടാ. ഒന്ന് പൊളി, അടിപൊളി. ഓക്കെ, നല്ല രസമല്ലേ അതിൻ്റെ ഒരു ഭംഗി. ആ വെട്ടം, ലൈറ്റിന്റെ വെട്ടത്തിലേക്ക് ഇങ്ങോട്ട് നമുക്ക് ഇത് സാധാരണ ഇവിടെ കുത്തിക്കയറ്റായിരുന്നല്ലേ. ഒരു സ്പേസ് വരെ തന്നിട്ടുണ്ട്. തുറന്നിട്ട് നമുക്ക് നാളെ മുകളിൽ കൊണ്ടുപോയി ചെയ്യാം, വീടിന്റെ മുകളിൽ. എന്നിട്ട് ഇത് ഒരു ജെല്ലി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ബാക്കിലോട്ട് എടുക്കുക, ഇങ്ങനെ പിടിക്കുക. ഞാൻ എവിടെ കാണിക്കണം? പൊട്ടിത്തെറിക്കും. അങ്ങോട്ടാ ജെല്ലി പൊട്ടിത്തെറിക്കും. എവിടെ? പീസ്. അയ്യോ, നല്ലൊരു ജെല്ലിയായിരുന്നു. അടുത്ത സംഭവം കാണിച്ചു തരാം. അത് അടച്ചേ ചിലപ്പോ. നെക്സ്റ്റ് ഇത് ഒരാള് ഗിഫ്റ്റ് തന്നതാണ് എനിക്ക്. നല്ല സ്പൈസിയാണ് കേട്ടോ. ഇതുണ്ട് ലേസ്. ഇത് ഓഫറിന് നമ്മൾ തന്നെ വാങ്ങിച്ചതാണ് അല്ലേ അമ്മ? ഓഫറിന് ഇനി വീണ്ടും നമുക്ക് കൊച്ചുകുട്ടി സംഭവം വലുത് ഗിഫ്റ്റ് തന്നവരാണ്. ഇതൊരു വലിയ സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറ്റൂല, കൈമുറിയും. അത് കൈമുറിയും. അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. മേൽക്കൂര. അപ്പൊ നമുക്ക് സംഭവം ഇത് കണക്ക് സെറ്റ് ചെയ്യാനാണ് അവർ തന്നിരിക്കുന്നത്. അത് നോക്കട്ടെ. അത് നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അജ്മലിനെ വിളിക്കേണ്ടി വരും. അതെന്താ? അത് കഷ്ടമുണ്ട് കേട്ടാ. സ്വന്തം മോനെ വിശ്വാസമില്ല. നിങ്ങളെ തള്ളമാര് ഇത് കണക്ക് തന്നെ. അത് എന്നെ കൊണ്ട് പറ്റൂല, അച്ഛനെ കൊണ്ട് പറ്റും. നോക്കട്ടെ, ഇതിനകത്ത് നിറയുണ്ട്. അതൊന്നും കളയല്ലേ, ഏതെങ്കിലും ഒന്ന് പോയാൽ. എനിക്ക് ബുക്കുണ്ട്, പേപ്പർ ഉണ്ട് കേട്ടാ. തീർന്നു. പേപ്പറല്ല, സ്റ്റിക്കറാ. നമുക്കിവിടെ ട്രാക്ക് സെറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. എവിടെ ഇതുപോലെ. അപ്പൊ ഇത് എനിക്ക് ഇപ്പൊ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഇതിന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ. ഇപ്പൊ താല്പര്യമില്ല എന്നല്ല ഗൈസ്, മടി. സുമ്മാക്ക് ഈ സംഭവം വാങ്ങിക്കണമെന്ന് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊച്ചിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓൾഡ് PS5 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തെടു ഇതിൽ നോക്കട്ടെ. എന്തോന്ന് വെച്ചാല് സ്വിച്ച് വന്നിട്ടുണ്ട് കണ്ട. ഇത് ഈ സംഭവം ഇങ്ങനെ കറക്കി. ഇതെല്ലാവർക്കും അറിയാവുന്നതന്നെടാ. ഇതൊക്കെ പണ്ട് കൊണ്ടേ ഉള്ളതാണ്. പക്ഷെ
നല്ല രസമല്ലേ? ഇത് കറക്റ്റ് വട്ടത്തിലിടണം. ഒരെണ്ണം ഞാൻ ഇട്ട് അജുവിൻ്റെ കൂടെ കളിക്കാം കേട്ടാ. 2 എണ്ണം 3 എണ്ണം 4 എണ്ണം. അങ്ങനെ നമുക്ക് ചേട്ടന്മാരോ ചേച്ചിമാരോ അനിയന്മാരോ ചേട്ടന്മാരോ കസിന്മാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചാലഞ്ച് ആയിട്ട് കളിക്കാം. പിന്നെ ഇതെന്ന് പറയുമ്പം ഇതും അത് തന്നെ. ഇത് പഴയ മറ്റേ നമ്മളെ ടെട്രിസ്. ഒരു ബാറ്ററിയെ അവർ തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇടണം. പൊളി. പിന്നെ ഒരു വാച്ച് അവർ തന്നിട്ടുണ്ട്. നോക്കട്ടെ, അടിപൊളി. കൊച്ചു പിള്ളേർക്കുള്ളതാണ്. നോക്കട്ടെ, കാണിക്കേ, വീഡിയോയിൽ ഇങ്ങനെ എടുക്കണേ നോക്കട്ടെ. തിരിച്ചു വെച്ചാണ് ഏതെങ്കിലും കൊച്ചുങ്ങൾക്ക് കൊടുക്കാം. ഇതാണ്ടേ, ഇതാണ് വാച്ച്. ലൈറ്റ് ഒന്നും കത്തില്ല വാച്ചിന്. എനിക്ക് തരുമോ? എനിക്കിടാൻ പറ്റുമോ? എനിക്ക് പറ്റുമോടാ? എടാ എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ ഏത് വേണമെങ്കിലും ഇടും. ആരെങ്കിലും വല്ലതും പറഞ്ഞാലും എന്നെ കളിയാക്കിയാലും എനിക്ക് എന്ന് അറിഞ്ഞൂടാ, ഞാൻ ഇടും. എനിക്കിപ്പോൾ എന്തോന്നു എൻ്റെ അങ്ങോട്ട് നേരെ വേ. ആ കൊള്ളാം, സൂപ്പർ. ഇനി എന്തൊന്നും ഇതോട്ട് റെസ്ലിങ്ങിനാണോ? ഇത് ടൈം ശരിയല്ല കേട്ടോ. സിന്നി 2 ഉമ്മയുടെ 2 ബാഗുകളാണ്. ഇത് ഉമ്മാക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് തിരിഞ്ഞാണ് നോക്കട്ടെ, തിരി. എനിക്കിതാ ഇത് തിരിഞ്ഞാ, എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടാണ്. അത് ഞാൻ പൊട്ടിച്ചെടുക്കാം. ഓ പിന്നെ പൊട്ടിച്ചെടുക്കും. തിരി. അടുത്ത ഇതാണ് ഗോൾഡൻ കളർ. തിരികെ നോക്കാം. രസമില്ലേ? എടാ ഇതെൻ്റെ കയ്യിൽ ബാഗില്ല, അതിൻ്റെ ഗോൾഡാണ്. പിന്നെ ഈ കാലി ഇവിടെ, ഈ കാലി ഇവിടെ. Come on. എനിക്ക് തോന്നുന്നത് ഇതൊരു മാസ്റ്റർ മൈൻഡ് ഒന്നുമല്ല നടക്കുമോ? അങ്ങനെ ചോദിക്കില്ലേ മഹ. എന്റെ മാസ്റ്റർ മൈൻഡ് പറയുന്നതേ ഓക്കേ. മനസ്സിലാക്കാമോ? നടക്കില്ല, ഇതൊന്നും നടക്കില്ല. അതിനാ Let's go. Hello.
ക്യൂട്ടായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.